അയ്യോ ഞാനാ ഞാനാ ആരെങ്കിലും കാണും. പൊക്കോ. എന്താ? ഞാൻ എത്ര നേരമായി വിളിക്കുന്നറിയോ? ഞാൻ കൊച്ചു കാര്യമൊന്നും കരുതിയ. ഒരു തരി ബോധമില്ലാതായി പോയല്ലോ നിനക്ക്. നീ വൈകിപ്പിക്കണ്ട. നീ കൊച്ചിനെടുത്തോണ്ട് വാ. അയ്യോ അത് പറ്റില്ല. സത്യമ്മയുടെ മുറിയിൽ ലൈറ്റ് ഉണ്ട്. അവരുറങ്ങാതെ കൊച്ചിനെ എടുത്താ കൊച്ചു കരയും. അവരോടി വരികയും ചെയ്യും. കൊച്ചു കരയാതെ ഞാൻ നോക്കിക്കൊള്ളാം. പോരെ? അതിന്റെ വാ ഞാൻ പൊത്തിപ്പിടിച്ചോളാം. അയ്യോ അതൊന്നും പറ്റില്ല. എടീ, ഞാൻ അലമ്പായം വലിയ അലമ്പാട്ടോ. വലിയ അലമ്പാകും ഞാൻ. ഇവിടെ തോന്നുന്നതല്ല ഞാൻ കാട്ടിക്കൂട്ടും. കൊച്ചിനെടുത്തോണ്ടി വിളിച്ചു പോവും. നീയും പെടും ഞാനും പെടും. അത് വേണോ? ഇപ്പൊ എടുക്കാൻ പറ്റില്ല. കൊച്ചു കരയും. കൊച്ചു കരഞ്ഞോട്ടടി. നീ കൊച്ചിനെടുത്തോണ്ട് വാ. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ഞാൻ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുവേ. ഇപ്പൊ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. അയ്യോ കുഞ്ഞെവിടെ? അയ്യോ ഈശ്വര. എന്താ? കൊച്ചിനെ കാണാനില്ല. വേഗം പൊയ്ക്കോ. കൊച്ചിനെ കാണാനില്ലെന്നോ? പൊക്കോ വേഗം. സത്യാമേ, സത്യാമേ. ഇവൻ എന്താ ഫോൺ എടുക്കാത്തെ? ഇനി അവൻ പെട്ടോ? ഒരു ഓട്ടോ വരുന്നു. ഇനി ഇതിനകത്ത് കാണോ? എടാ കൊച്ചെവിടാ? എന്തിയേ? കൊച്ചിനെ കിട്ടിയില്ലേ? ഇല്ല സാറ്, ഒരവസരം കൂടി തരണം. കൊടയും പോയി. നിന്നെ പോലൊരുത്തനെ ഈ പണി ഏൽപ്പിച്ച എന്നെ വേണം തല്ലാൻ. ഞാൻ അകത്ത് കേറിയതാണെന്നേ. കൊച്ചിനെ എടുക്കാൻ ശ്രമിച്ചതുവാ. കയ്യെത്തും ദൂരത്തായപ്പോ പ്രശ്നമായി പോയി. എടാ കുരുത്തം കെട്ടവനെ, ഗുരുത്വം വേണോടാ. ഏത് പണിക്കും അങ്ങനെ ഒരു സംഗതി ഇല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ലടാ. ആ ശാന്തേ ഒപ്പം നിക്കാത്തോണ്ടാ. ഇല്ലെങ്കി ഇപ്പൊ കൊച്ചു നിങ്ങളുടെ കയ്യിരുന്നേനെ. ശാന്ത ആരാടാ? നിന്റെ ഭാര്യയല്ലേ? നിന്നെ കൊണ്ട് ഒന്നും നടക്കില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണല്ലോടാ രാജേന്ദ്ര. അതിരിക്കട്ടെ, നിന്റെ മോന്റെ അവരെങ്ങാനും കണ്ടോ? അവിടെ CCTV മറ്റോ ഉണ്ടോ? അവിടെ ഒന്ന് ഇരിപ്പുണ്ട്. അത് ഏത് കമ്പനിയുടേതാണെന്ന് അറിഞ്ഞൂടാ. ഓ എടാ പൊട്ടാ, CCTV പുറത്ത് ക്യാമറ വെച്ചിട്ടുണ്ടോന്ന്. ഓ അതൊന്നും അവിടെ ഇല്ലെന്നാണ് തോന്നണത്. അല്ല എന്ത് കാര്യം? അല്ല പുറകെ വല്ല പോലീസും വരുമോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഒരു പോലീസും വരൂല, പട്ടാളവും വരൂല. കുഞ്ഞിനെ എടുത്തു തരാന്ന് പറഞ്ഞിരിക്കുന്നത് ഈ രാജേന്ദ്രനാ. അത് തന്നിരിക്കും. സാർ ഇപ്പൊ പോയിട്ട് നാളെ വാ. രാജേന്ദ്ര, നീ എന്റെ കാശ് വാങ്ങി നിന്റെ പോക്കറ്റിൽ ഇട്ടിട്ടാണ് എന്നെ ഇങ്ങനെ തേരാ പരാ നടത്തിക്കുന്നതെന്ന് നിനക്ക് ഓർമ്മ വേണം രാജേന്ദ്ര. അതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. കുഞ്ഞിനെ എടുത്ത് തരാന്ന് ഏറ്റിരിക്കുന്നത് രാജേന്ദ്രനാണ്. അത് തന്നിരിക്കും. ഉറപ്പ്. ഉറപ്പാണോടാ? ഉറപ്പാ സാറേ. സാർ ചെല്ല്. ഈശ്വര, ആ കൊച്ചിനെ അവിടെ കാണാനില്ല എന്നാ ശാന്ത പറഞ്ഞത്. ഇനിയിപ്പോ അങ്ങനെയാണെങ്കിൽ ആ കൊച്ചവിടെ പോയി ഇനി എന്തോ ചെയ്യും?
അറിയാവുന്നവർ അറിയാവുന്നത് പോലെ സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും സൃഷ്ടിക്കാതെ ഈ കേസ് അങ്ങ് അവസാനിപ്പിക്കായിരുന്നു. അല്ലെങ്കിൽ ഇത് പ്രശ്നമാവും. ഈ വീട്ടിലെ അല്ലാത്തവരൊക്കെ, അതായത് ഈ വീടുമായിട്ട് ബന്ധമില്ലാത്തവരൊക്കെ ഒന്നിങ്ങോട്ട് മാറിയുന്നേ. ആ മാറ്. എന്തൊക്കെയാണ് നിങ്ങളുടെ ഇവിടുത്തെ പണി? ആ നിങ്ങൾ മുതൽ പറ, എന്താ നിങ്ങളുടെ ഇവിടുത്തെ പണി? ഞാൻ സാറേ ഈ പിള്ളി ഇന്നലെ രാത്രി ഇവിടെ ഇല്ലായിരുന്നു. ആ താൻ ഇന്നലെ രാത്രിയിൽ എവിടെ പോയി?